സംസ്ഥാനത്ത് തുറസായ സ്ഥലങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ നിർബന്ധമായും വിശ്രമം നൽകണമെന്നാണ് തൊഴിൽ മന്ത്രിയുടെ നിർദ്ദേശം. അത് ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ സർക്കാർ വകുപ്പുകൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ചുട്ടുപൊള്ളുന്ന പൊരിവെയിലത്തും വിശ്രമമില്ല. തലസ്ഥാനത്തെ സ്മാർട്ട് റോഡിനായി പണിയെടുക്കുന്നവരാണിവർ. ഉരുകിയൊലിക്കുന്ന പൊരിവെയിലത്തും ഇവർക്ക് പണിയെടുത്തേ പറ്റൂ. ഉച്ചയ്ക്ക് 12 മുതൽ 3 മണിവരെ നിർബന്ധ വിശ്രമമെന്ന നിർദ്ദേശമൊന്നും ഇവർക്ക് ബാധകമല്ല. കാരണം പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുന്ന റോഡ് പണി വിവാദമായതോടെ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് തലയൂരാനാണ് സർക്കാർ നീക്കം. അതിനായി വെന്തുരുകുന്ന ചൂടത്തും രാപ്പകലില്ലാതെ പണി തുടരുകയാണിവർ. ഇവർക്ക് മാത്രമല്ല, സംസ്ഥാനത്ത് പല മേഖലകളിലും പണിയെടുക്കുന്നവർക്ക് ഇതാണ് സ്ഥിതി. ട്രാഫിക് പോലീസും നിർമ്മാണ തൊഴിലാളികളും വഴിയോര കച്ചവടക്കാരും അങ്ങനെ 100 ആളുകൾ. അവരും ഇത് ഈ ടാർപ്പാളം മറിച്ചും ചില സമയത്ത് കൂടുതലും നോർത്ത് ഇന്ത്യൻസ് അല്ലേ, അവർ പണി ചെയ്യുന്നുണ്ട്. അവർ പണി ചെയ്യുന്നുണ്ട്, പക്ഷേ ഇറ്റ്സ് സമ്മതിച്ചു കൊടുക്കണം. ഈ പൊട്ടച്ചൂടിൽ ഇത്രയും പണി ചെയ്യാൻ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. സംസ്ഥാനത്ത് ചൂട് കുതിച്ചുയരുകയും പലയിടത്തും ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രതയും ശ്രദ്ധയും വേണമെന്ന് ആവർത്തിക്കുന്നുണ്ട് അധികൃതർ. പക്ഷേ സർക്കാർ സംവിധാനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വെയിൽ കൊള്ളുന്നവർക്ക് ആര് തണലേകുമെന്നതിന് മറുപടിയില്ല. ഇവരെ ഇങ്ങനെ പൊരുവെയിലത്ത് നിർത്തിയതിന് ആർക്കെതിരെ എന്തു നടപടി എന്നതും പ്രസക്തമായ ചോദ്യമാണ്. തിരുവനന്തപുരത്ത് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഗോപൻ പ്ലാവോടിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ.